കേരളത്തിലെ പ്രതിപക്ഷ മുന്നണിയാണ് UDF, ഐക്യജനാധിപത്യ മുന്നണി. ഐക്യജനാധിപത്യ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടികളിൽ ഒന്ന് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന്റെ പാർട്ടിയിലേക്കും മുസ്ലിം ലീഗിന്റെ സംഘടനയിലേക്കും നോക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ പ്രവർത്തകരുള്ള മുസ്ലിം ലീഗിന്റെ മജ്ജയും മാംസവും എന്ന് പറയപ്പെടുന്നത് സമസ്ത എന്ന് പറയുന്ന മുസ്ലിം സംഘടനയാണ്. സമസ്തയ്ക്ക് രാഷ്ട്രീയ പാർട്ടിയല്ല, സമസ്ത ഒരു രാഷ്ട്രീയ സംഘടനയല്ല, സമസ്ത ഒരു മതസംഘടനയാണ്. ആ മതസംഘടനയിൽപ്പെട്ടവരാണ് ലീഗിന്റെ പ്രവർത്തകരിൽ ബഹുഭൂരിപക്ഷവും. ലീഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളിൽ സമസ്തയുടെ നിലപാടുകൾ എല്ലാ കാലത്തും നിർണായകമാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അങ്ങനെയല്ല കാര്യങ്ങൾ. കഴിഞ്ഞ 2-3 വർഷമായിട്ട് സമസ്തയും ലീഗും തമ്മിൽ തർക്കത്തിലാണെന്നുള്ള ഒരു തോന്നലുണ്ടെങ്കിലും സമസ്ത എപ്പോഴും ലീഗിനെ സഹായിച്ചിട്ടേ ഉള്ളൂ. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന്റെ മുൻപായിട്ട് സമസ്തയും ലീഗും തമ്മിൽ വലിയ തർക്കങ്ങളുണ്ടായിരുന്നു. സമസ്തയുടെ സ്ഥാനാർത്ഥി തന്നെ LDF വേണ്ടി മത്സരിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയെന്ന് പറയപ്പെടുന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്നു. എന്നാൽ പോലും സമസ്ത ലീഗിനൊപ്പം തന്നെയായിരുന്നു, മാറ്റി വോട്ട് ചെയ്തില്ല. എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. എന്നാൽ സമസ്ത പോലും ചില സമയത്ത് ചില നിർണായക തീരുമാനം എടുക്കും. സമസ്തയ്ക്ക് പോലും ചില അതിർവരമ്പുകളുണ്ട്. അതിന് മുകളിലോട്ട് ലീഗ് പോകാൻ പാടില്ല നിലപാട് സമസ്ത പലപ്പോഴും പലയിടത്തും പരസ്യമായി തന്നെ പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ വരാനിരിക്കുന്ന ഇലക്ഷനുകളിൽ ആ നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണെന്ന് അനുമാനിക്കാം. പറയാനുള്ള കാര്യം വെച്ചാൽ സമസ്തയുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ്. നേരത്തെ പറഞ്ഞ പോലെ ലീഗിന്റെ മജ്ജയും മാംസവും സമസ്തയാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് എന്ന് പറയുന്ന സമസ്തയുടെ നേതാവ് എഴുതിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ വളരെ നിർണായകമാണ് മുസ്ലിം ലീഗിന്. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത ഇലക്ഷനെ അവർ നേരിടാൻ പോകുന്ന, അടുത്ത ഇലക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അടുത്ത മാസം 9-ാം തീയതി നടക്കാൻ പോകുന്ന തദ്ദേശ ഇലക്ഷനെ അവർ നേരിടാൻ പോകുന്നത് ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിച്ചാണ്. ജമാഅത്ത് ഇസ്ലാമിയുള്ള ബന്ധത്തിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലീഗിനും കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. അത് മാത്രവുമല്ല, ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കൊണ്ട് പ്രസ്താവിപ്പിക്കുകയും കൂടി ചെയ്തപ്പോഴത്തേക്കും അത് ശക്തമായ വിവാദം മാറിയിട്ടുമുണ്ട്. ആ സമയത്താണ് അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതുന്നത്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: ജമാഅത്ത് ഇസ്ലാമി അത്ര ശുദ്ധമല്ല. ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥയോട് സഹകരിക്കുകയോ വോട്ട് രേഖപ്പെടുത്തുകയോ ചെയ്താൽ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോവുകയും ബഹുദൈവ വിശ്വാസിയായി തീരുകയും ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച ജമാഅത്ത് ഇസ്ലാമി അതേ ഭരണ വ്യവസ്ഥയിൽ പങ്കാളികളാവാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് മാറി മാറി വ്യത്യസ്ത മുന്നണികളെ ഇലക്ഷനിൽ മത്സരിക്കുന്നത് ഗുരുതരമായി കാണേണ്ടിയിരിക്കുന്നു. ജമാഅത്ത് ഒരു കേഡർ പാർട്ടിയാണ്. ലക്ഷ്യ സാക്ഷാത്കാരത്തിന് ഏത് വഴിയും അവർ സ്വീകരിക്കും. സുന്നികൾ ഭൂരിപക്ഷമുള്ള ഒരു മഹലിൽ അവർ തെരഞ്ഞെടുക്കപ്പെട്ടാൽ പിന്നീട് സക്കാത്തും റിലീഫ് ക്ലാസുകളുമായി ആ മഹലും വാർഡും അവർ സ്വന്തമാക്കും. അനുഭവമാണ് തെളിവ്. ജമാഅത്ത് ഇസ്ലാമിയുടെ യുവജന സംഘടനയായ സോളിഡാരിറ്റി കഴിഞ്ഞ ഏപ്രിലിൽ നടത്തിയ എയർപോർട്ട് മാർച്ച് വിവാദമായത് മറക്കാൻ ആയിട്ടില്ല. മുസ്ലിം ബ്രദർഹുഡ് നേതാക്കളുടെ ചിത്രമാണ് അവർ മാർച്ചിൽ ഉയർത്തിക്കാട്ടിയത്. മുസ്ലിം ബ്രദർഹുഡും ജമാഅത്ത് ഇസ്ലാമിയും ഒരു നാണയത്തിന്റെ 2 പുറങ്ങളാണ്. സമസ്തയിലെ പ്രശ്നങ്ങളുടെ പിന്നാമ്പറം പരിശോധിച്ചാൽ തെളിയുന്ന ചിത്രം ഒരു വിഭാഗം ജമാഅത്ത് ഇസ്ലാമിയെ പുതിയ ചില ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണെന്ന് കണ്ടെത്താനാകും. മതനവീകരണവാദികളുമായി അകലം പാലിക്കണമെന്ന സമസ്തയുടെ പ്രഖ്യാപിത നിലപാടിൽ വെള്ളം ചേർക്കാൻ ശ്രമിക്കുന്നത് അപകടകരമാണ്. ജമാഅത്ത് ബ്രദർഹുഡ് ആശയങ്ങൾക്ക് മുസ്ലിങ്ങളിൽ സ്വാധീനം ചെലുത്താൻ വഴിയൊരുക്കി കൊടുക്കലായിരിക്കും ഇത് എന്ന കാര്യം ബന്ധപ്പെട്ടവർ ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് അവസാനിക്കുന്നത്. 23-ാം തീയതി, നവംബർ 23-ാം തീയതിയാണ് ആ കുറിപ്പ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. സമൂഹ മാധ്യമങ്ങൾ ചർച്ചയായി കഴിഞ്ഞത് ഈ കുറിപ്പ് ഇപ്പോൾ ചർച്ചയാകാനുള്ള സുപ്രധാനമായ കാര്യം ലീഗുമായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ ബന്ധമാണ്. ലീഗുമായി ബന്ധപ്പെട്ടാണ് സമസ്ത പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലീഗിലേക്ക് ജമാഅത്ത് ഇസ്ലാമി കടന്നു വരികയാണ് തോന്നൽ സമസ്തയ്ക്കുണ്ട്. ശ്രദ്ധേയമായ കാര്യം വെച്ച് കഴിഞ്ഞാൽ, അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് എന്ന് പറയുന്ന വ്യക്തി സമസ്തയ്ക്കകത്ത് ലീഗ് അനുകൂല നിലപാടെടുക്കുന്ന വ്യക്തികളാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് സമസ്തയ്ക്കകത്ത് ലീഗ് അനുകൂലം, ലീഗ് വിരുദ്ധ നിലപാടെടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അവിടെയാണ് ലീഗ് അനുകൂല നിലപാടെടുക്കുന്ന അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഇങ്ങനത്തെ ഒരു നിലപാട് പരസ്യമായിട്ട് എടുക്കേണ്ടി വന്നിട്ടുള്ളൂ. ജമാഅത്ത് ഇസ്ലാമിയുടെ മാധ്യമ സ്ഥാപനങ്ങളും മീഡിയ വണ്ണും മാധ്യമ ദിനപത്രവും അത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് ലീഗിനകത്തേക്ക് കടന്നു കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലീഗിന്റെ നിലപാടുകളിൽ തങ്ങളുടെ നിലപാടാക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മതനവീകരണവാദികളുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല എന്നാണ് സമസ്തയുടെ പ്രഖ്യാപിത നിലപാട്. ആ സമയത്താണ് ലീഗ് പരസ്യമായിട്ട് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ഒരു അഭിഹിതത്തിന് കൂടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ എതിർപ്പാണ് സമസ്തയ്ക്കകത്തുള്ളത്. നേരത്തെ ഇടതുപക്ഷമായി ചേർന്ന് സമസ്ത പോകുമെന്ന് പറഞ്ഞ പോലത്തെ സിറ്റുവേഷൻ അല്ല എന്ന കാര്യം കൂടി എടുത്ത് പറയേണ്ടതാണ്. കാര്യം അന്ന് ഇടതുപക്ഷത്തിനൊപ്പം പോയില്ല സമസ്ത. എന്നാൽ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ലീഗ് ഒരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ
അതിനുള്ള തിരിച്ചടി സമസ്തയ്ക്ക് നൽകാതിരിക്കാൻ സാധിക്കത്തില്ല. പണ്ട് ഞങ്ങൾ ലീഗിനൊപ്പം നിൽക്കത്തില്ല, ഇടതിനൊപ്പം പോകുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കാറുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനല്ല. സമസ്തയ്ക്ക് നിലപാടെടുത്തേ പറ്റൂ, നിലപാടെടുത്ത് ലീഗിനെ വിരട്ടിയേ പറ്റൂ. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ഇലക്ഷൻ വളരെ നിർണായകമാണ് സമസ്തയ്ക്കും ലീഗിനും ജമാഅത്ത് ഇസ്ലാമിക്കും. ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടുള്ള ലീഗിന്റെ ഈ ബന്ധത്തെ ശക്തമായി സമസ്ത എതിർക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും സുപ്രധാനമായ തെളിവാണ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ ഈ കുറിപ്പ്.